കേരളത്തിലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി ഇന്നു മുതൽ നിലവിൽ വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണും. ഈ വാർത്ത ഇന്ന് വലിയ രീതിയിൽ കേരളക്കരയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുൻപ് KSRTCയിൽ വെച്ച് നടന്ന രസകരമായ മറ്റൊരു സംഭവം ഓർമ്മയിൽ വരുന്നത്. ഒരുപക്ഷെ ഈ പദ്ധതിയുടെ വരവോടുകൂടി KSRTC ബസ്സുകളിൽ തിരക്ക് വർദ്ധിക്കുന്നതോടെ ഇത്തരക്കാരായ ചില പ്രണയ ജോഡികൾക്ക് അതൊരു വലിയ അടി തന്നെയായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഒരു യുവാവാണ് ബസ് യാത്രയ്ക്കിടെ തനിക്കുണ്ടായ അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വന്നത്. യാത്രയ്ക്കിടെ ബസ്സിൽ കയറിയ കമിതാക്കൾ കാണിച്ചുകൂട്ടിയ ലീലാവിലാസങ്ങൾക്ക് സഹയാത്രികനായ യുവാവ് കൊടുത്ത മുട്ടൻ പണിയാണ് യുവാവ് പങ്കുവച്ചത്. ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. യുവാവ് പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ: കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തിരികെ കോഴിക്കോട്ടേക്കുള്ള KSRTC യാത്രയ്ക്കിടയിലാണ് 2 യുവമിഥുനങ്ങൾ ബസ്സിലേക്ക് കയറുന്നത്. അപ്പോൾ ബസ്സിലാണെങ്കിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നിറയെ ഒഴിഞ്ഞ സീറ്റുകളുണ്ടായിരുന്നു. അവരെ കണ്ടിട്ട് പ്രണയിനികളാണെന്നാണ് തോന്നിയത്. പെൺകുട്ടിയെ കണ്ടാൽ കോളേജ് വിദ്യാർത്ഥിനിയാണെന്ന് തോന്നും. ബസ്സിലേക്ക് കയറിയ ശേഷം 2 പേരും കൂടി ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സീറ്റിലേക്ക് കയറിയിരുന്നു. ശേഷം 2 പേരും വാ തോരാതെ സംസാരിക്കാൻ തുടങ്ങി. ഇത്തരം സംഭവങ്ങളൊക്കെ സ്ഥിരം കാഴ്ചയായതുകൊണ്ട് തന്നെ ആദ്യമൊന്നും ഞാനത് മുഖവിലക്കെടുത്തില്ല. എന്നാൽ പതിയെ അവരുടെ വർത്തമാനങ്ങളും പെരുമാറ്റവും ഒക്കെ അതിരുവിടാൻ തുടങ്ങി. ചുറ്റും കുറച്ചെങ്കിലും ആളുകളുണ്ടെന്ന ഒരു ബോധവുമില്ലാതെ അവർ പരസ്പരം കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും ഒക്കെ തുടങ്ങി. എന്റെ മുന്നിലിരിക്കുന്ന യാത്രക്കാർ അത് നോക്കി എന്തൊക്കെയോ പിറുപിറുക്കുന്നുമുണ്ട്. എന്നാൽ ഈ സമയത്ത് തന്നെയാണ് എന്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന ഒരു ചേട്ടൻ തന്റെ ബാഗിൽ നിന്നും ഒരു ഡയറിയും പേനയും എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം എനിക്ക് സംഭവം മനസ്സിലായില്ല. ഡയറിയിൽ നിന്നും ഒരു പേജ് കീറിയ ശേഷം അദ്ദേഹം അതിലൊരു വാചകം കുറിക്കുകയും ചെയ്തു. സംഭവം വായിച്ചതോടെ എനിക്ക് ചിരി അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ അദ്ദേഹം അറിയാതെ ഞാൻ അതൊരു ഫോട്ടോ എടുത്തു വയ്ക്കുകയും ചെയ്തു. എഴുതി കഴിഞ്ഞ ശേഷം അദ്ദേഹം ആ പേപ്പർ മടക്കി അവിടെ നിന്നും എണീറ്റ് നേരെ പോയി ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്ത ശേഷം മറ്റൊരു സീറ്റിൽ പോയി ഒന്നും അറിയാത്ത പോലെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. പേപ്പർ കയ്യിൽ കിട്ടിയതോടെ ചെറിയൊരു കൗതുകത്തോടു കൂടിയാണ് ആ പെൺകുട്ടി അത് തുറന്നു നോക്കുന്നത്. എന്നാൽ അത് തുറന്നു വായിച്ചതോടെ ഒരു ഞെട്ടലായിരുന്നു. ഒടുവിൽ നാണത്തോടെ ഒരു ചിരിയും പാസാക്കി. പിന്നാലെ ആ കുറിപ്പ് യുവാവിന് കൈമാറുകയും ചെയ്തു. അയാളും അത് വായിച്ചു നോക്കിയതോടെ തല താഴ്ത്തി ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ആ പേപ്പറിൽ അദ്ദേഹം എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ഇതൊരു ബസ്സാണ്, അല്ലാതെ ലോഡ്ജ് മുറിയല്ല എന്ന്. എന്തായാലും ആ ചേട്ടൻ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആരെയും അറിയിക്കാതെ കൊടുത്ത ആ ചെറിയ പണി ശരിക്കും ഏറ്റു എന്ന് തന്നെ പറയാം. 2 പേരും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് ഒരു ചമ്മലോടെ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു യുവാവിന്റെ കുറിപ്പ്. ആരെയും അറിയിക്കാതെ ആ വിഷയം കൃത്യമായി കൈകാര്യം ചെയ്ത യുവാവിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയപ്പോൾ സദാചാര പോലീസിംഗിന് പോകേണ്ട കാര്യമുണ്ടോ എന്ന തരത്തിൽ യുവാവിനെ വിമർശിച്ചുകൊണ്ടും ഒരു കൂട്ടം ആളുകൾ കമന്റുകളുമായി രംഗത്തെത്തി. എന്തായാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ KSRTC ബസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ പങ്കുവയ്ക്കാനായി മറക്കരുത്.